മുന്നിലെ സോഫയിലേക്ക് ചൂണ്ടി ഗൗരവത്തിൽ പറയുന്നവനെ സൂര്യൊന്ന് നോക്കി. ജഗൻ, നീരജയുടെ കാര്യം നീ അറിഞ്ഞില്ലേ? സൂര്യ പറഞ്ഞതിന് കണ്ണുകളൊന്ന് ഉയർത്തി അവനെ നോക്കുക മാത്രമാണ് ജഗൻ ചെയ്തത്. നീയെങ്കിലും അവൾക്കരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്പമെങ്കിലും ആശ്വാസം അവൾക്ക് തോന്നുമായിരുന്നു. അവളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സൂര്യ, വന്ന കാര്യം പറയൂ. അവൻ്റെ വാക്കുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജഗൻ്റെ സ്വരം അവിടെ ഉയർന്നു. ദേവ്, ഹീ ഈസ് ഇൻ ലവ്. ജഗൻ അവിശ്വസനീയതയോടെ സൂര്യയെ നോക്കി. യാ. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി സൂര്യ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. പക്ഷേ അതിൽ പാറുവിനെ എത്രയൊക്കെ കുറ്റപ്പെടുത്താമോ അത്രയും കുറ്റപ്പെടുത്തിയാണ് അവൻ പറഞ്ഞത്. ജഗൻ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അവനിൽ നിന്നും താൻ പ്രതീക്ഷിച്ച പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും സൂര്യ അവനെ വിളിച്ചു. സൂര്യ, നീ അവനെപ്പറ്റി പറയുമ്പോൾ അതാരോടാണ് പറയുന്നതെന്ന് ചിന്തിക്കണം. എന്നെപ്പോലെ അവനെ അറിഞ്ഞ ആരുമില്ല. സോ നീ പറഞ്ഞതിൽ പകുതിയും സത്യമല്ല എന്ന് നിനക്കും എനിക്കും അറിയാം. ജഗൻ, ഞാൻ. സൂര്യ വിളറിയ മുഖത്തോടെ അവനെ നോക്കി. 2 months, അത് കഴിഞ്ഞാൽ ഞാൻ വരും. എനിക്കറിയാം ഇനി എന്താണ് വേണ്ടതെന്ന്. അതുവരെ വേറെ ആരും ഈ കാര്യം അറിയാൻ പാടില്ല. ആരും. ജഗൻ പറഞ്ഞതും സൂര്യയ്ക്ക് അമർഷം തോന്നി. 2 മാസം, അത്രയും നാൾ പാർവതി ദേവനൊപ്പം നിൽക്കുന്നത് അവന് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്നും തിരികെ വരുമ്പോൾ സൂര്യ ചിന്തിച്ചത് അതുമാത്രമാണ്. അവസാനം അവനൊരു തീരുമാനത്തിലെത്തി. അത് ലക്ഷ്യം വെച്ചത് പാർവതിയുടെ തകർച്ച തന്നെയായിരുന്നു. അയ്യോ, സമയം 8 പോകുന്നു, നമുക്ക് പോയാലോ? സംസാരിച്ചു കൊണ്ടിരുന്ന അമ്മു പെട്ടെന്ന് ഓർത്തതുപോലെ ആദിയോടും ക്രിസ്റ്റിയോടുമായി പറഞ്ഞുകൊണ്ട് പാറുവിനരികിൽ നിന്നും എഴുന്നേറ്റു. പോകുവാണോ അമ്മു? അവൾ പറഞ്ഞത് കേട്ടതും പാറു ചെറിയൊരു വിഷമത്തോടെ തിരക്കി. പോട്ടെ പാറു, ഇപ്പോൾ തന്നെ വൈകി. പിന്നെ ഈ ഏട്ടന്മാർ അവിടെ സംസാരിച്ചത് കൊണ്ട് കുഴപ്പമുണ്ടാകില്ല. സാരല്ല, നീ നാളെ കോളേജിൽ വരില്ലേ? നമുക്ക് അവിടെ വെച്ച് കാണാലോ. പാറുവിൻ്റെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് അമ്മു പറഞ്ഞതും പാറു ഒന്ന് ചിരിച്ചു. പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ അവർ 3 പേരും പാറുവിനോടും ദേവിനോടും യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവർ പോയതും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ദേവ് പാറുവിനെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിൽ പാറു ഒന്ന് പിടഞ്ഞു. അത്ര നേരമില്ലാത്ത ഒരു വിറയൽ അവളിലൂടെ കടന്നുപോയി. ബേബി. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ വിളിച്ചതും പാറു അവനെ നോക്കാതെയൊന്ന് മൂളി. തൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പോലും പാറുവിന് തോന്നി. അത്ര വേഗത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുകയാണവ. ഐ ലവ് യു. അവളുടെ പുരികക്കൊടികൾക്കിടയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒരു നിർവൃത്തിയോടെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവളുടെ കൈകളും അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അങ്ങനെ നിന്നു. കാശിയേട്ടാ. എന്നെങ്കിലും ഈ തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നുമോ? അവൾ പറഞ്ഞതും അവനൊരു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കിപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഒത്തിരി ആശിച്ചു പോകുക എൻ്റെ കാശിയേട്ടനൊപ്പമുള്ള ഒരു ജീവിതം. ഒത്തിരി ആശിച്ചിട്ട് ഒടുക്കം ഞാൻ ഏട്ടന്. അവൾ പറയാൻ വന്നതും കാശി ദേഷ്യത്തിൽ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം ഉയർത്തി. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾക്ക് വേദനിച്ചുവെങ്കിലും അതിനേക്കാളേറെ ഭയമാണ് മുന്നിട്ട് നിന്നത്. കാരണം അത്ര വലിഞ്ഞു മുറുകിയിരുന്നു അവൻ്റെ മുഖം. നീ എനിക്ക് ആരാണെന്നറിയോ? ഭ്രാന്ത്. കാശിനാഥന് പാർവതി എന്നാൽ ഭ്രാന്താണ്. ഇനി നീയായി വിചാരിച്ചാൽ പോലും എന്നിൽ നിന്ന് നിനക്കൊരു മടക്കമുണ്ടാകില്ല പാർവതി. മുരണ്ടുകൊണ്ട് പറയുന്നവനെ പാറു നിറകണ്ണുകളോടെ നോക്കി. അത് കണ്ടതും അവൻ അവളിൽ നിന്നും കൈയെടുത്തു. അവളുടെ കണ്ണുകൾ അവൻ്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ തറഞ്ഞു നിന്നു. കാശി. പാറു വിളിച്ച നിമിഷം തന്നെ അവൻ അവളുടെ അധരങ്ങളെ പകത്തെടുത്ത് തുടങ്ങിയിരുന്നു. അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഗാഢമായി തന്നെ ആ ചുണ്ടുകളെ നുണഞ്ഞു വലിച്ചു. അവൻ്റെ ചുംബനത്തിൽ അവളിൽ നിന്നും പുറത്തേക്ക് പായാൻ തുടങ്ങിയ മൂളലിനെ പോലും അവൻ സ്വന്തമാക്കി. ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളെ തൻ്റെ അരികിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. പാറു ആകട്ടെ അവൻ നൽകുന്ന അനുഭൂതിയിൽ ലയിച്ച് ഒരു മായാലോകത്തെത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവളുമായി ബാൽക്കണിയിലെ സ്വിങ്ങിലിരിക്കുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ നുണഞ്ഞു വലിക്കുന്ന സ്വരം മാത്രമായിരുന്നു അവിടെ ഉയർന്നു കേട്ടത്. അത്തരങ്ങളിൽ അവൻ ചുണ്ടും നാവും ഉപയോഗിച്ചു നൽകുന്ന സുഖത്തിൽ
പാറു അവൻ്റെ തലമുടിയിൽ കൈകടത്തി വലിച്ചു. ആ വേദന പോലും അവൻ ആ നിമിഷം ഒരു ലഹരിയായാണ് തോന്നിയത്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവനൊരു കിതപ്പോടെ അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി. സ്വയം നന്നായി കിതക്കുമ്പോഴും പാറുവിൻ്റെ കൈകൾ അവൻ്റെ മുടികളിലൂടെ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. പറയ് ശീതൾ. സാന്ദ്ര, മൃദുലയെ ആദിയും ക്രിസ്റ്റിയും കൂടി ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. പക്ഷേ അവരുടെ കൂടെ പാർവതി ഇല്ലായിരുന്നു. പിന്നെ വാർഡനോട് അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ മൃദുലയുടെ കയ്യിൽ പോകുമ്പോൾ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് അത് പാർവതിയുടെ സാധനങ്ങളായിരിക്കും. അവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. കാരണം മൃദുല ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല. അത് സാരമില്ല, നിനക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് ഡി. നീ പറഞ്ഞ പോലെ 2000 രൂപ ജിപേ ചെയ്തിട്ടുണ്ട്. എങ്കിലൊക്കെ. അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോൾ സാന്ദ്രയ്ക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സമ്മതിക്കില്ല പാർവതി. എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവിൻ്റെ കൂടെ കൂടിയ നിമിഷം മുതൽ നിനക്ക് ശത്രുക്കളേറി. ശത്രുവിൻ്റെ ശത്രു മിത്രമാകുമ്പോൾ എന്നെ സഹായിക്കാൻ ആളുകളുണ്ടാകും. എന്താണെങ്കിലും നീ നാളെ കോളേജിൽ വരുമല്ലോ, കാണാം. നല്ലവണ്ണം തന്നെ നിന്നെ കണ്ടു കളയാം. അത്രയും പറയുമ്പോൾ അവളിൽ നിറഞ്ഞതും പകയും പുച്ഛവുമായിരുന്നു. നാളെ പക്ഷേ സാന്ദ്രയ്ക്ക് നേരിടേണ്ടി വരുന്നത് മറ്റു പലതും ആയിരിക്കുമെന്ന് അവൾ അറിഞ്ഞില്ല. രാവിലെ എന്തൊക്കെയോ പാത്രങ്ങളുടെ ശബ്ദം കേട്ടാണ് പാറു കണ്ണുകൾ തുറന്നത്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ മനസ്സിലായി അത് കാശിയുടെ ബെഡ്റൂമാണെന്ന്. അവനോട് ചേർന്ന് അവൻ്റെ നെഞ്ചിലെ കവിൾ ചേർത്താണ് അവളുടെ കിടപ്പ്. മുഖമുയർത്തി അവനെ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഒരു കൈ തലയ്ക്ക് പിറകിലും മറുകൈ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കുറച്ചു നേരം അവൾ അവനെ അങ്ങനെ നോക്കി കിടന്ന ശേഷം പതിയെ അവനിൽ നിന്നും അകന്നു മാറി. ഇന്നലെ ഹോസ്റ്റലിൽ നിന്നും കൊണ്ടുവന്ന ബാഗിൽ നിന്നും കുളിച്ചു മാറ്റാനുള്ള വേഷവും പിന്നെ തൻ്റെ ബ്രഷും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി തലമുടി ടവൽ ഉപയോഗിച്ച് കെട്ടിവെച്ച ശേഷം ബെഡിൽ കിടക്കുന്ന കാശിയൊന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കിച്ചണിൽ എന്തോ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാന്തി ശബ്ദം കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. പാറുവിനെ കണ്ടതും അവർ മനോഹരമായൊന്ന് ചിരിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. ശാന്തി പറഞ്ഞതും പാറു അവരെ വല്ലാത്ത രീതിയിൽ നോക്കി. എന്നെ മേഡന്നൊന്നും വിളിക്കണ്ട, ചേച്ചി പാറുന്ന് വിളിച്ചു. പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നവളെ കണ്ട ശാന്തി ചിരിയോടെ തലയാട്ടി. ഉങ്ങൾക്ക് ടീയാ കാഫിയാ? അവസാനത്തെ ദോശയും കൂടി കാസറോഡിലേക്ക് വെച്ചുകൊണ്ട് ശാന്തി തിരക്കി. ചായ മതി. ഞാൻ വെച്ചോളാം ചേച്ചി. ചേച്ചി അത് ചെയ്തോ? അയ്യോ വേണമ്മ, ഞാൻ ചെയ്തോളാം. ചേച്ചി കുടിച്ചില്ലല്ലോ. അവളുടെ ചോദ്യം കേട്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു. എനക്ക് വേണ്ട, എന്നോട് വേല കഴിഞ്ഞ്. ഇനി പക്കത്ത് ഫ്ലാറ്റിൽ കൂടി ഇരിക്ക്, ഞാൻ പോയിട്ട് വരാം. തമിഴും മലയാളവും ഇടകലർത്തി പാർവിനോട് പറഞ്ഞുകൊണ്ട് അവള് മറിച്ചെന്തെങ്കിലും പറയുന്നതിന് മുന്നേ ശാന്തി അവിടെ നിന്ന് നടന്നു. ബേബി. ശാന്തി പോയത് നോക്കി നിൽക്കുന്ന സമയം തന്നെ റൂമിൽ നിന്നും കാശിയുടെ വിളി എത്തിയിരുന്നു. ദാ വരുന്നു. പാറു റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശി കുളിച്ച് വേഷമൊക്കെ മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബേബി. അവളെ കണ്ടതും അവൻ പറഞ്ഞു. പാറു ഒരു ചിരിയോടെ അവനെയും വിഷ് ചെയ്തു. അവള് അടുത്തേക്ക് വന്നതും ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് കാശി അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു മാറി. ഡിഡ് യു സ്ലീപ്പ് വെൽ? അവൻ്റെ ചോദ്യത്തിന് പാറു ഒന്ന് മൂളി. ശാന്തി പോയോ? വേറെ എവിടെയോ കൂടി പോകാനുണ്ടെന്ന് പറഞ്ഞു. അവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലഞ്ച് ഞാൻ പുറത്തു നിന്നാണ് കഴിക്കുന്നത്. ഇനി മുതൽ ഇവിടെ സ്ഥിരമായി ഒരാളെ വെക്കാം. ശാന്തിക്ക് പറ്റിയെന്ന് വരില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ഇൻഫോം ചെയ്യാം. എൻ്റെ പാറൂട്ടൻ ഒരാഴ്ചയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അവൻ പറഞ്ഞതും പാറു ഇതൊക്കെ എന്തിനെന്ന മട്ടിൽ നോക്കി. എന്തിനാ കാശിയേട്ടാ? ഇവിടെ നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങിയാൽ ഞാൻ ചെയ്തോളാം. നോ, അത് വേണ്ട. ഇതിന് പറയലേ കാശിയേട്ടാ. അവിടെ തറവാട്ടിൽ ഞാൻ എല്ലാ ജോലിയും ചെയ്ത ശേഷമാണ്. നീ ഇപ്പോൾ ആ പഴയ പാർവതിയല്ല ബേബി. അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായ പോലെ ദേഷ്യത്തിൽ അവൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എനിക്ക് വേണ്ടി ഇവിടെ ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞതാ. ശാന്തി ചേച്ചി വരുമല്ലോ. പിന്നെ ഉള്ളത് ലഞ്ചും ഡിന്നറും അല്ലേ. അത് എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പാറു പറഞ്ഞതും അവൻ അതിനെ എതിർത്തുകൊണ്ടിരുന്നു. അവസാനം കെഞ്ചും പോലെ പറഞ്ഞ് പാർവതി ഒരു വിധത്തിൽ സമ്മതിച്ചെടുത്തു. സന്തു. രാവിലെ കോളേജിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരുന്ന സാന്ദ്രയെ നോക്കി അഞ്ചു വിളിച്ചു. നീയും ജിച്ചനായി പിണങ്ങിയോ?
അതിന് ഞങ്ങൾ തമ്മിൽ ഇണങ്ങിയാലല്ലേ പിണങ്ങേണ്ട ആവശ്യമുള്ളൂ. ഒരു പുച്ഛത്തോടെ പറയുന്നവളെ അഞ്ജു മനസ്സിലാവാതെ നോക്കി. എന്താടാ? എന്ത്? ഒന്നുമില്ല. ഇനി ഉണ്ടാകാനും പോണില്ല. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് അവന് എൻ്റെ സ്നേഹം മനസ്സിലാക്കാഞ്ഞിട്ടാണെന്നാണ്. പക്ഷേ അവനെല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്. ഉറങ്ങുന്നവരെയല്ലേ നമുക്ക് ഉണർത്താൻ സാധിക്കൂ, ഉറക്കം നടിച്ചിരിക്കുന്നവരെ പറ്റില്ലല്ലോ. പക്ഷേ കിട്ടിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ മറ്റാർക്കും അത് കിട്ടില്ല. അത് വിചാരിച്ച് ആരും മനക്കോട്ട കാണുകയും വേണ്ട. പകയോടെ പറയുന്നവളെ അഞ്ജു പേടിയോടെ നോക്കി. സന്തു, നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസങ്ങളായി നീ ആകെ മാറിപ്പോയി. നിന്റെ ഈ മാറ്റം എനിക്ക് ഭയമുണ്ടാക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ അരുതാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. എനിക്കെൻ്റെ പഴയ സാന്ദ്രയെ വേണം. അഞ്ജു കണ്ണുകൾ നിറച്ച് പറയുന്നത് കേട്ടതും സാന്ദ്ര അവളെ ഒന്ന് നോക്കി. നീ മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. നീ ഉണ്ടാകില്ലേ എന്നും. അവൻ എന്നെ വേണ്ടാന്ന്. പോട്ടെ, പ്രണയം പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ലല്ലോ. അവൾ പറഞ്ഞതും അഞ്ജു സഹതാപത്തോടെ നോക്കി. ഞാൻ നിന്റെ പഴയ സാന്ദ്ര തന്നെയാ. എനിക്ക് നീ മാത്രം മതി. വാ, നമുക്ക് കോളേജിലേക്ക് പോകാം. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞതും അഞ്ജു ഒരു ചിരിയോടെ അവളുടെ ഒപ്പം നടന്നു. ആ സമയം സാന്ദ്രയുടെ മനസ്സ് ലക്ഷ്യം വെച്ചത് ഒന്ന് മാത്രമാണ്: റിയ, പാർവതിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധം. ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ദേവിനൊപ്പം കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അപ്പാർട്ട്മെൻറ്റിലെ പലരുടെയും കണ്ണ് അവരിലായിരുന്നു. പാറു അതൊക്കെ ശ്രദ്ധിച്ചുവെങ്കിലും കാശി മൈൻഡ് ചെയ്തതുപോലുമില്ല. അവനൊപ്പം കോളേജ് ഗേറ്റ് കടന്നപ്പോൾ തന്നെ പാറുവിൻ്റെ മനസ്സിലേക്ക് വന്നത് സാന്ദ്രയുടെ മുഖമാണ്. ഗുഡ് മോർണിംഗ് പാറു. ദേവിനൊപ്പം അവളെ കണ്ടതും ആദിയും ക്രിസ്റ്റിയും വിനുവും ഒരുപോലെ പറഞ്ഞു. അത് കേട്ടതും പാറുവിന് ചിരിയാണ് വന്നത്. അവരോട് ചിരിയോടെ അവളും മോർണിംഗ് പറഞ്ഞതും അവളെ പിന്നിലൂടെ എന്തോ വന്നു പുണർന്നു. പാറുച്ചേ. അവളുടെ കവളിൽ വലിച്ചു വിട്ടുകൊണ്ട് അമ്മു ചിരിച്ചു. ഞാൻ എത്ര നേരമായി പെണ്ണെ നോക്കി നിൽക്കുന്നു. പിന്നെയുണ്ടല്ലോ, നീയില്ലാത്തത് കൊണ്ട് ആകെ ഷോകാണ് പെണ്ണെ. വാ, കുറേ കാര്യം പറയാനുണ്ട്. ഇന്നലെ മുഴുവനായും പറയാൻ പറ്റില്ല. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും പാറു കാശിയെ നോക്കി. അമ്മുവിനെ രൂക്ഷമായി നോക്കുന്നുണ്ട് അവൻ. മറ്റുള്ളവരാണെങ്കിൽ ചിരി കടിച്ചു പിടിക്കുന്നുണ്ട്. കാശിയേട്ടാ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. പാറു അവനെ നോക്കി പറഞ്ഞതും അവൻ ഗൗരവത്തിൽ തലയാട്ടി കാണിച്ചു. ഓക്കെ ഏട്ടാ, ബ്രേക്ക് ടൈമിൽ കാണാമേ. വാ പാറു. അമ്മു അവളുടെ കയ്യിൽ പിടിച്ച് പോകുന്നതിനിടയിൽ അവരോടായി വിളിച്ചു പറഞ്ഞു. ഈ സാധനത്തിൻ്റെ അരപ്പിരി ലൂസാണെന്ന് തോന്നുന്നു. വിനു പറഞ്ഞതും ബാക്കിയുള്ളവർ ഒന്ന് ചിരിച്ചു. ദേവ്, എന്താ പ്ലാൻ? ഡയാന. കാശി പറയുമ്പോൾ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. അപ്പോൾ സാന്ദ്ര? ആദ്യൊരു സംശയത്തോടെ ചോദിച്ചു. അതിനും ഒരു ചിരിയായിരുന്നു കാശിയുടെ മറുപടി. പിന്നെ സമയം കളയാതെ തന്നെ അവരുടെ വണ്ടികൾ കോളേജ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞു. ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനടുത്ത് വന്നതും ഡയാന ഫോണെടുത്ത് ഡാനിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഡാനിയൽ. 1 വർഷം മുന്നേയുള്ള പരിചയമാണ്, അതും അജ്മൽ വഴി. അവന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഡാനിയാണ്. ഒരു ദിവസം അവൻ്റെ കയ്യിൽ നിന്നും മെഡിസിൻ വാങ്ങാൻ വന്നപ്പോൾ യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണ് അവനെ. പിന്നെ എന്തോ പ്രോബ്ലം വന്ന് ഡാനി അജ്മലുമായി പിരിഞ്ഞു. പക്ഷേ താനുമായുള്ള കോണ്ടാക്റ്റ് അവൻ വിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് വേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും കിട്ടിയാൽ മതി. 2 വർഷം മുന്നെയാണ് ഡ്രഗ്സ് ആദ്യമായി യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് അഡിക്റ്റഡ് ആയി എന്ന് പറയുന്നതാകും ശരി. ഇന്നിപ്പോൾ ഡാനി സാധനം എത്തിച്ചു തരാമെന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതനുസരിച്ച് വന്നതാണ് ഡയാന. ഹലോ. ആ ഡാനി, ഞാൻ നീ പറഞ്ഞ സ്ഥലത്തുണ്ട്. നീ എവിടെയാ? വന്നോ? നീ അവിടെ ഒരു പഴയ ബിൽഡിംഗ് കാണുന്നില്ലേ? അതിനകത്തുണ്ട് ഞാൻ. നീ ഒരു കാര്യം ചെയ്യേ, പിറകുവശത്തേക്ക് പോയിക്കോ. അവിടെ പുതിയൊരു കസ്റ്റമറുണ്ട്. അവരെ ഒന്ന് വിട്ട ശേഷം വരാം. ജസ്റ്റ് 5 മിനിറ്റ്സ്. ഓക്കെ. ഡയാന അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് പിറകുവശത്തേക്ക് നടന്നതും പിന്നിലൂടെ വന്ന് ആരും അവളുടെ വായ പൊത്തി പിടിച്ചുകൊണ്ട് അവളെ ഒരു റൂമിലേക്ക് തള്ളി. മുന്നിലേക്ക് മുഖമടിച്ച് വീണ അവള് ഒരു ചൂളം വിളി കേട്ട് മുഖമുയർത്തി നോക്കിയതും കാണുന്നത് അവളെ തന്നെ ഉറ്റുനോക്കുന്ന ദേവിൻ്റെ മുഖമാണ്.